യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. നാട്ടിക പഞ്ചായത്ത് കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമാണെന്നും കോൺഗ്രസ്. സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് തൈലം നൽകിയാണ് കോൺഗ്രസ് സമരം നടത്തിയത്. തൃപ്പയാർ നാട്ടിക പഞ്ചായത്ത് ഭരണം നാട്ടികയിലെ ജനങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത കുറ്റകരമായ അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പറഞ്ഞു. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുന്ന നാട്ടിക ബീച്ച് റോഡ് അടക്കം നാട്ടികയിൽ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർക്ക് തൈലം വിതരണം ചെയ്തുകൊണ്ട് നാട്ടിക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നാട്ടിക ബീച്ച് റോഡിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹ്ന ബിനീഷ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, പഞ്ചായത്ത് മെമ്പർ KR ദാസൻ, മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. CK മണികണ്ഠൻ, സുധി ആലക്കൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, രാജീവ് അരയംപറമ്പിൽ, ഭാസ്കരൻ അന്തിക്കാട്ട്, പവിത്രൻ ചളിങ്ങാട്ട്, സക്കറിയ കാവുങ്ങൽ, ജ്യോതി TK, ഷൺമുഖൻ, അഷ്കർ അലി പുല്ലൂട്ടി പറമ്പിൽ, ജയരാജൻ, മണികണ്ഠൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ, പ്രത്യേകിച്ച് നാട്ടിക ബീച്ച് റോഡിലൂടെ ഒന്ന് നടന്നാൽ ഇരുചക്ര വാഹനത്തിൽ, ഓട്ടോറിക്ഷയിൽ, കാറിൽ, ബസ്സിൽ യാത്ര ചെയ്താൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന തൈലം ചെറുപ്പക്കാർ പോലും പുരട്ടിക്കിടക്കേണ്ട അവസ്ഥയാണ്. നാട്ടിക ബീച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുവും നട്ടെല്ലും ഒടിയുകയാണ്, അതല്ലെങ്കിൽ തണ്ടല് തകരുകയാണ്. എന്നിട്ടും നാട്ടിക ഗ്രാമപഞ്ചായത്ത് അനങ്ങുന്നില്ല, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മിണ്ടുന്നില്ല, ഒരടി പോലും ഈ പഞ്ചായത്ത് ചലിക്കുന്നില്ല.